എന്താണ് നാഷണലിസം? നമ്മളെല്ലാവരും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത പല വിവിധ മീഡിയാസിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് നാഷണലിസം എന്നുള്ളത്. എന്താണ് നാഷണലിസം? അതായത് നമ്മളുടെ വർഗം, നമ്മളുടെ രാജ്യം, നമ്മളുടെ റേസ്, നമ്മളുടെ കാസ്റ്റ് എല്ലാം വലുതും അതേ സമയത്ത് ബാക്കിയുള്ള ആളുകൾ, നമ്മളല്ലാതെ ബാക്കി ആരെങ്കിലും ഉണ്ടോ അവരെല്ലാം നമുക്ക് അടിയിലുമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ചിന്താഗതിയാണ് നാഷണലിസം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന്? നിങ്ങൾ അധികം തേടേണ്ട കാര്യമില്ല. ഫ്രഞ്ച് റവല്യൂഷന്റെ ആ ഒരു ഫെർവർ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കൈവിട്ട് പോകുമെന്ന് മനസ്സിലായിപ്പോയ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ആദ്യമായി നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ഫ്രഞ്ച് സിറ്റിസൻസ് വലുതും നമ്മളല്ലാതെ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് അടിയിലുമാണെന്ന് വരുത്തി തീർത്തത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതിനുശേഷം ആ ഒരു ഐഡിയോളജി വെച്ച് നെപ്പോളിയൻ യൂറോപ്പ് മുഴുവൻ കോൺകർ ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു രീതിയിലല്ലാതെ ഇതിനപ്പുറം ഭീകരതയോടുകൂടിയും ഇതിനപ്പുറം വെറുപ്പുളവാക്കുന്നത് കൂടിയും മുമ്പേ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ദ കോൺസെപ്റ്റ് ഓഫ് ജൂയിഷ് സുപ്രമസി. വിത്ത് ദാറ്റ് ബീയിങ് സെഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ബെൻഡർ മാക്സ് ടോക്ക് ഷോ, ദ റീജിയണൽ ഡിവിഷൻ മല്ലു മാക്സിങ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ജൂയിഷ് മാഫിയ അല്ലെങ്കിൽ ജൂയിഷ് ലോബിയിസം എങ്ങനെ നമ്മളെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ അത് പല യുദ്ധങ്ങളെയും അത് ഉളവാക്കുന്നു, എങ്ങനെ നമ്മളുടെ സമൂഹത്തെ അത് മാറ്റിമറിക്കുന്നു എന്നുള്ളൊരു കാരണത്താലാണ്. ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു വാക്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഈ പറയുന്നത് മതവിദ്വേഷം ഉളവാക്കാനോ മതവിദ്വേഷം പ്രചരിപ്പിക്കാനോ അല്ല. കാരണം ഹിന്ദു തീവ്രവാദം, RSS, BJP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഹിന്ദു തീവ്രവാദം എന്ന് അതിനെ വിളിക്കുന്നു. അൽ-ഖയ്ദ, താലിബാൻ, ISIS പോലെയുള്ള ഓർഗനൈസേഷൻസ് തീവ്രവാദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അതിനെ ഇസ്ലാമിക് ടെററിസം എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വസ്തുതയെ, എന്തുകൊണ്ട് പല രാജ്യങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന, പല രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന സയോണിസ്റ്റ് തീവ്രവാദത്തെ എന്തുകൊണ്ട് നമുക്ക് ജൂയിഷ് തീവ്രവാദം എന്ന് വിളിച്ചുകൂടാ? ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുകയാണ്. ഇന്നത്തെ ടോപ്പിക് ജൂയിഷ് സുപ്രമസി ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. I am your host, John Johnson, acclaimed journalist, political commentator, and with me, my good friend, the founder of MNT Gaming and an equally smart and political analyst, Mr. Skip Trace. So, ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയാനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കാണാൻ ഇതുണ്ടായി, ലൈക്ക് എന്താ പറയുക, ഒരു ഇടയുണ്ടായി ഒരു പുള്ളിക്കാരൻ്റെ. ഈ പുള്ളിക്കാരൻ്റെ ഇന്നലെ ഒരു വീഡിയോ നമ്മൾ കണ്ടു, ഒരു മെസ്സിയെ പറ്റിയുള്ള. ബട്ട് അത് ഓക്കെ, അത് വിട്ടുകളാം. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അതിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. കാരണം ആ പുള്ളി അതിൽ പറയുന്ന ആ ഒരു കാര്യത്തിന് മറുപടി ആ വീഡിയോയുടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോയുടെ പേരിൽ ഈ പുള്ളി നമുക്ക് എന്താ പറയുക, സ്ട്രൈക്ക് തത്താരെയോ എന്ത് തന്നാലും വി ഡോണ്ട് ഫക്കിംഗ് കെയർ. പിടിക്കാം ഇസ്രായേലിന്റെ ജൂതന്മാര്. ഇന്നലെ അതാണല്ലോ കുറെ കോൺട്രവേഴ്സി, ജൂതനാണോ മറ്റേതാണോ മറിച്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല, സത്യത്തിൽ ഈ ജൂതന്മാരെല്ലാവരും വെറുക്കപ്പെടേണ്ട ആളുകളാണ്. അങ്ങനെ ഒരു മിഥ്യാധാരണ പൊതുവെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ജൂതന്മാരെല്ലാവരും വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത്. അതിന് സാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകളുമായിട്ട് ഓൺലൈൻ ഉസ്താദക്കന്മാർ ഒരുപാട് പേരുണ്ട്. ആദ്യമേ പറയട്ടെ, ഇത് ഒരാളെയും കൊച്ചാക്കാനോ അല്ലെങ്കിൽ അവരെ മോശപ്പെട്ട ആളുകളാക്കി മാറ്റാനോ ഉള്ള വീഡിയോ അല്ല. നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്താനാണ്. എനിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റും, നിങ്ങൾക്ക് തിരുത്താം. ജൂതന്മാരെ പൊതുവെ വെറുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് പറയുന്നത് ഫലസ്തീൻ മക്കളോട് ചെയ്യുന്ന ക്രൂരതകളുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ അപ്പുറത്ത് ഹദീസുകളിൽ കാണപ്പെടുന്ന ചില പരാമർശങ്ങളാണ്. അതിന്റെ പൗരാണികതയോ അല്ലെങ്കിൽ അതിന്റെ പ്രാമാണികതയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത കാര്യങ്ങൾ വരെ വളരെയധികം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മതപണ്ഡിതന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഛിദ്രതയും ഭിന്നിപ്പും വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കാത്ത കുറച്ച് പണ്ഡിതന്മാർ, എല്ലാവരല്ല, നല്ല രീതിയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല പണ്ഡിതന്മാരുണ്ട്. ലോകത്ത് ഇന്ന് നടക്കുന്ന ഇസ്രായേലിന്റെ നരനായത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരിൽ ഒരു വിഭാഗം ജൂതമത വിശ്വാസികളാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ജൂതമത സംഘടനകളൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങളും, എന്തിനേറെ പറയുന്നു, ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഇവിടെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒന്നടങ്കം ഒരു വിഭാഗത്തിനെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള റീലുകൾ, അറക്കത് മരത്തിന്റെ ബാക്കിൽ കൊടുക്കുന്ന ജൂതന്മാരെ അവിടെ കണ്ടാലോ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവർ വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ക്ലിയർ നരേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട്, അത് എല്ലാ തരത്തിലുണ്ട്. ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്ന ഏത് വിഭാഗമാണോ ഉള്ളത്, തൊട്ടപ്പുറത്ത്
അപ്പുറത്തിരിക്കുന്നവന്റെ പിന്നിൽ നിസ്കരിക്കാൻ പോലും മടി കാണിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തുന്ന രാജ്യങ്ങളിൽ ഏത് മതവിശ്വാസികളാണ് കൂടുതൽ? നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കണം കേട്ടോ. ശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു സമൂഹത്തിനോട് വിദ്വേഷം ഉണ്ടെങ്കിൽ അത് അവരോട് നീതികേട് കാണിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറരുതെന്ന്. ഇത്രത്തോളം ഹ്യൂമാനിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു മതത്തിന്റെ മതവക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന കുറച്ച് ഓൺലൈൻ ഉസ്താക്കന്മാർ, എല്ലാവരും അല്ല, അവരൊക്കെ പുറത്തേക്ക് വിടുന്ന വിഷമമിപ്പിക്കുന്ന സംസാരങ്ങൾ, മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പിന്റെ സ്വരം അത്രത്തോളം വലുതാണ്. ഒരു മതവിഭാഗത്തിന്റെ അണികളാണ് എന്നതിന്റെ പേരിൽ അവർ ഒരിക്കലും മോശക്കാരായില്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളിൽ എല്ലാവരും അടിപൊളിയാകണം. ഇത്രത്തോളം 800 ഘടകങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് ഏറ്റവും അടിപൊളി മുസ്ലിം ഏതാണെന്ന് വെച്ചാൽ ഏതാണോ പറയാ? മുജാഹിദോ, സുന്നിയോ, അല്ലെങ്കിൽ തബ്ലീഗോ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമോ, ഇനി അതിന്റെ ഉപഘടകങ്ങളോ, അല്ലെങ്കിൽ ഹനഫിയോ, അമ്പലിയോ, മാലിക്കോ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുള്ള ക്വാളിറ്റികളും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹത്തോടു കൂടി കാണുന്ന കണ്ണിലാണ് ഏറ്റവും നല്ല ദൈവവും ദൈവത്തിന്റെ വിഷനൊക്കെ ഉണ്ടാവുക എന്നാ പറയാ. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും പഠിക്കുക. നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ പഠിക്കുക. ഏതെങ്കിലും തലയെക്കെട്ടുള്ള ഏതെങ്കിലും ഉസ്താക്കന്മാരെ നിങ്ങൾ പറയുമ്പോഴേക്കും തലയിലേക്ക് അടിച്ച് കയറ്റി ഒരു വിഭാഗത്തിനെ താറടിച്ച് കാണിച്ച് നിങ്ങൾ വളരെ മോശക്കാരാവരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, എനിക്കിനി ഇതില് പറയാനുള്ള ഒരു കാര്യം, സമാധാനം പറക്കട്ടെ. ഓക്കെ, സമാധാനം പറക്കട്ടെ. അതാണ് എനിക്കിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണും. ഓക്കെ, ഇതില് ആ പുള്ളി പറഞ്ഞ കണക്ക്, ആ പുള്ളി എന്തോ സൽമാൻ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. ഓക്കെ, സോ പുള്ളി പുള്ളിയുടെ കാര്യം പറഞ്ഞു. പുള്ളി അതിൽ വീഡിയോയിൽ പറയുന്നുണ്ടായത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന്. ഓക്കെ ബ്രോ, തെറ്റുണ്ട്, അത് തിരുത്താനാണ് നമ്മൾ വന്നത്. ആൻഡ് നമ്മൾ തലയെക്കെട്ടുള്ള ഒസ്താക്കന്മാരൊന്നുമല്ല. ഒസ്താക്കന്മാർ പറയുന്നില്ല നിങ്ങൾ കേൾക്കുന്നത്. രണ്ട് സാധാരണക്കാരായ, അല്ലെങ്കിൽ രണ്ട് ഓട്ടിസമുള്ള രണ്ട് ആൾക്കാരാണ് കേൾക്കാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ജൂതന്മാരെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവരെ എന്തുകൊണ്ടാണ് 110 ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടായി സമയം തൊട്ട് 110-120 രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കിയതും യേശുവിനെ ഒറ്റിക്കൊടുത്തതും, യവന്മാരുടെ കയ്യിൽ ഒരു 20 നാണയങ്ങൾ കൊടുത്താൽ നേരം വെളുക്കുന്നതിനാകുമ്പോഴത് ആ 40 നാണയങ്ങളായിട്ട് വരുന്നതും, ഇതൊക്കെ എങ്ങനെയാണെന്നും എല്ലാം നമുക്ക് പറയാം. അത് പറയാൻ ഇവിടെ എന്താ പറയട്ടെ, ഇത് ജൂ എക്സ്പേർട്ടായ ഡോക്ടർ ജോൺസൺ പുള്ളിക്കാരൻ തന്നെ വേണം. ആൻഡ് പ്ലീസ്. താങ്ക് യു മിസ്റ്റർ സ്കിപ്ട്രൈസ്. ആ ഒരു ബാഹ്യമായ ഇൻട്രൊഡക്ഷന് ഞാൻ താങ്കൾക്ക് നന്ദി നേരുന്നു. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം വ്യക്തമാക്കണം. താങ്കൾ പറഞ്ഞ ഈ വീഡിയോ ചെയ്ത സൽമാൻ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഒരു കാര്യം ഞാൻ ഇതാക്കുന്നു. നമ്മൾ ഈ പറയാൻ പോകുന്നത് ആരെയും വെറുത്തുകൊണ്ടോ ആരെയും വെറുക്കാനോ അല്ല നമ്മളിത് പറയുന്നത്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം വെറും സിമ്പിളാണ്. നമ്മൾ ഫാക്ട്സ് മുന്നോട്ട് വെക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ഇൻഫറൻസ് ആണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കുക. ദാറ്റ്സ് ഓൾ വി ആർ ഗോയിങ് ടു സേ. പിന്നെ ഈ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആന്റിസെമിറ്റിക് ആണ്, ഇതാണെന്ന് നിങ്ങൾ വരുത്തി തീർത്താലും പല ജൂതന്മാരും അത് ആന്റിസെമിറ്റിക് ആണെന്നുള്ളതിന് കാരണത്തിന് അവർ എതിർ പറയുന്നില്ല. അവരത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ്. സോ നമുക്ക് കടക്കാം, ജൂതന്മാരുടെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് കടക്കാം. ജൂതന്മാർ ഒരു ജൂഡൈസം ഒരു ഏബ്രഹാമിക് റിലീജിയൻ ആണ്. അതായത് ഏബ്രഹാമാണ് അവരുടെ പേട്രിയാർക്ക്, അതായത് പിതൃമഹാൻ. ബാബിലോണിയൻ എക്സൈലിന് ശേഷം ഇന്നത്തെ ഇസ്രായേൽ, അതായത് ഇവരുടെ ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ എങ്ങനെ ഉണ്ടായി എന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതായത് കനാൻ എന്നുള്ളൊരു നാട്ടിലെ ജനങ്ങളെ വംശഹത്യ ചെയ്താണ് അവർ ഇസ്രായേൽ എന്നുള്ളൊരിതുണ്ടായത്. കനാൻ എന്നുള്ളൊരു നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ദൈവങ്ങളെയും അവരുടെ വിഗ്രഹങ്ങളെയും അടിച്ചു തകർത്ത് അവിടെയുള്ള ആളുകളെ കുരുതി കൊടുത്തും അവിടെയുള്ള ആളുകളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒന്നടങ്കം കൊന്നുകൊണ്ടുമാണ് അവരവിടെ ജൂഡൈസം കനാൻ എന്നുള്ളൊരു വാലിയിൽ അവർ വരുത്തി തീർത്തത്. അതിനുശേഷമാണ് കിങ്ഡം ഓഫ് ഇസ്രായേൽ ഉണ്ടായതും ഗ്രേറ്റർ ജൂഡിയൻ കിങ്ഡം, ഗ്രേറ്റർ ഇസ്രായേൽ കിങ്ഡം എന്നുള്ള 2 കിങ്ഡംസും ഉണ്ടായത് അതിനുശേഷമാണ് നമ്മൾ ബൈബിളിൽ വായിച്ചറിഞ്ഞ പോലെ സോളമനും ഡേവിഡും എല്ലാം വരുന്നത് അതിനുശേഷമാണ്. അതിന് എന്തിനേറെ പറയുന്നു, യേശു പോലും ഡേവിഡിന്റെ ഹൗസ് ഓഫ് ഡേവിഡിൽ ഒരു മെമ്പറായിട്ടാണ് പലരും കണ്ടിരുന്നത്. പക്ഷേ യു ഹാവ് ടു റിമെമ്പർ ദിസ് വൺ തിങ്, ഡേവിഡിന്റെ ഹൗസിൽ നിന്ന് ജനിച്ച യേശുവിനെ എന്തുകൊണ്ട് ജൂതന്മാർ തന്നെ ഒറ്റിക്കൊടുത്തു? കാരണം പ്രമാണമനുസരിച്ച്, മതപൗരാണികത അനുസരിച്ച് യേശു ഒരിക്കലും കുരിശിൽ അടിച്ചേൽക്കപ്പെടേണ്ട ഒരാളല്ല. പക്ഷെ എന്തുകൊണ്ട് യേശു അങ്ങനെ ആയി? അതിന് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ജൂയിഷ് റിലീജിയൻ, ഇഫ് യു ഡോണ്ട് നോ, ഇറ്റ് ഈസ് ആൻ അപ്പോക്കലിപ്റ്റിക് റിലീജിയൻ. അതായത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന പല മതങ്ങളും അപ്പോക്കലിപ്റ്റിക് ഇൻ നേച്ചർ. അതിനർത്ഥം ഒരു ദിവസം ഭൂമി അവസാനിക്കുമെന്നും ആ ഭൂമി അവസാനിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ മനുഷ്യരെല്ലാം ഒന്നടങ്കം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ പോയി ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വരും എന്നതാണ് പല മതങ്ങളുടെയും ഉള്ളടക്കം. ഇസ്ലാമിൽ അങ്ങനെ, ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ, ജൂഡൈസത്തിൽ അങ്ങനെ, നോർത്ത് റിലീജിയൻസിൽ അങ്ങനെ, വേൾഡിൽ പല എക്സിസ്റ്റ് ചെയ്യുന്ന പല റിലീജിയൻസിന്റെയും അവസാനം എന്ന് പറയുന്നത് ഭൂമി ഒന്നടങ്കം നശിക്കുമെന്നും അവിടുത്തെ മനുഷ്യരെല്ലാം ഒന്നടങ്കം മരിക്കുമെന്നുമാണ്. ഈ അപ്പോക്കാലിപ്റ്റിക് റിലീജിയനെ
ആദ്യമായിട്ട് പ്രീച്ച് ചെയ്ത് തുടങ്ങിയത് യേശുവാണ്. നമ്മളെ ഇന്നത്തെ പണ്ഡിതന്മാരെ പോലെ ഒരാളാണ് യേശു. അന്ന് ഒരാളായിരുന്നു യേശുവും. യേശു ഈ പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടുത്തെ ജൂയിഷ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്നത്തെ ജൂയിഷ് ആൾക്കാർ അവർ മെറ്റീരിയലിസത്തിന് അടിമകളായിരുന്നു. അവർ കാശിന് വേണ്ടിയും മെറ്റീരിയൽ പൊസഷന് വേണ്ടിയും ബാക്കിയുള്ള ആളുകളുടെ മേലെ അധികാരം ചുമത്താനുമാണ് അവർ അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്നത്. യേശുവാണ് അവിടെ പോയി പറഞ്ഞത്, ഇതൊന്നും ദിസ് ഡസൻറ്റ് മാറ്റർ. ഹൗ മച്ച് മണി യു ഹാവ് ഇൻ യുവർ പോക്കറ്റ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഹൗ മെനി പൊസഷൻസ് യു ഹാവ്, ഡസൻറ്റ് മാറ്റർ. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി വിൽ ഹാവ് ടു ഫേസ് ജഡ്ജ്മെന്റ് ഫ്രം ഗോഡ് ആൻഡ് ഗോഡ് വിൽ ഡിസൈഡ് ഇഫ് വി ഹാവ് ബീൻ ഹോളി ഓർ നോട്ട്. ഈ ഒരു വസ്തുതയാണ് യേശുവിനെ കുരിശിലടിക്കാൻ നിയോഗിക്കപ്പെട്ടത്. നമ്മൾ വിചാരിക്കും പോലെ യേശു ജൂതന്മാരുടെ മേലെ കയറി വാക്കുതർക്കം ഉണ്ടാക്കിയെന്നും അതെല്ലാം ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ദിസ് ഈസ് ദ കോർ ഓഫ് വൈ ജീസസ് വാസ് ക്രൂസിഫൈഡ്. ഇതാണ് കാരണം. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, മെറ്റീരിയൽസത്തിനെതിരെ സംസാരിച്ച ഒരാളെ ദേ സോൾഡ് ഹിം ഔട്ട് ടു റോമൻസ്, നോ ലെസ്. ഇതാണ് അവരുടെ ചുരുക്കം പറഞ്ഞ ഹിസ്റ്ററി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കറണ്ട് കണ്ടംപററി എറയിലോട്ട് വരുന്നതാണ്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. മതപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനം പരക്കട്ടെ എന്നും ഇങ്ങനെ ആളുകളെ നമ്മൾ വിമർശിക്കരുത്, ഇങ്ങനത്തെ പ്രവർത്തികൾ നമ്മൾ വിമർശിക്കരുത്, ഇങ്ങനെ മതപുസ്തകങ്ങളിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മതപുസ്തകങ്ങളിൽ തന്നെ വേറെയും വാക്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് മനഃപൂർവ്വം അത് ഒഴിവാക്കിയതാണ്, അത് ഞാൻ പറഞ്ഞുതരാം. മഹാഭാരതത്തിൽ പറയുന്നുണ്ട് നമ്മളെല്ലാവരും നീതിയും ന്യായത്തോടെയും ജീവിക്കണമെന്ന്. അതേ സെയിം മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ധർമ്മമില്ലാത്തവരോടുകൂടി ധർമ്മയുദ്ധം പുലർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന്. അതിനർത്ഥം എന്താണ്? ശാന്തി സമാധാനം പരക്കട്ടെ എന്നാണോ, അതോ ശാന്തി സമാധാനവും പരക്കാനായിട്ട് അധർമ്മികളോ ആയിട്ടുള്ള ആളുകളോട് യുദ്ധം ചെയ്യണമെന്നാണോ പറയുന്നത്? താങ്കൾ തന്നെ പറയും. ഖുറാനിലും ഇതേ നിയമങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവനെ നിന്ദിക്കരുതെന്നും ബാക്കിയുള്ളവനോട് സമാധാനത്തിൽ പെരുമാറണമെന്നും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളല്ലാതെ ആരാണോ കാഫിറീങ്ങൾ ആരാണോ അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുക. ഇതിലെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരോട് കൂടി അടികൂടണമെന്നല്ല. നമുക്ക് സമാധാനം വേണമെങ്കിൽ, നമ്മളുടെ ജനത സർവൈവ് ചെയ്യണമെങ്കിൽ, നമ്മളുടെ ലീനിയേജ് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മളുടെ സമൂഹത്തിൽ നമുക്കെതിരെ വാളോങ്ങുന്നവരെ വാളാൽ തന്നെ കീഴ്പ്പെടുത്തിയേ മതിയാകും. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ മതപുസ്തകങ്ങളിലെ പല സെക്ഷൻസും താങ്കൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു സൈഡ് മാത്രം കാണിക്കുമ്പോൾ എന്തുകൊണ്ട് താങ്കൾ മറു സൈഡ് കാണിച്ചില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തരം എനിക്കറിയണം. താങ്കളുടെ വായിന്ന് തന്നെ എനിക്കതറിയണം. സമാധാനം പരക്കട്ടെ ഇതൊക്കെ പറയാൻ നല്ല ഐഡിയോളജിയാണ്, ഇതൊക്കെ ഒരു യൂട്ടോപ്പിയൻ ഐഡിയോളജിയാണ്, ശരിയാണ്. പക്ഷെ നമ്മളുടെ അവർ സൊസൈറ്റി ഡസൻറ്റ് റൺ ഓൺ യൂട്ടോപ്പിയൻ ഐഡിയൽസ്, ഇറ്റ് ഡസൻറ്റ് റൺ ഓൺ ഫോർ എവർ പീസ് ഐഡിയോളജീസ്. കാരണം now I will tell you, Mr. Salman, about something that you don't know about. I will tell you this. You know how the CIA was formed. അപ്പോൾ താങ്കൾ വിചാരിക്കും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ പറഞ്ഞുതരാം. CIA, അതായത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ അർത്ഥം ഇറ്റ് ഈസ് ആൻ ഇസ്രായേലി ഇന്റലിജൻസ് യൂണിറ്റ്. അപ്പോൾ താങ്കൾ ചോദിക്കും ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അതായത് വേൾഡ് വാർ 2 ശേഷം അമേരിക്കയിലോട്ട് പലായനം ചെയ്ത പല ജൂതന്മാരെയും CIA അന്നത്തെ ഓപ്പറേറ്റീവ്സ് അവർക്കൊരു കാര്യം മനസ്സിലായി. സോവിയറ്റ് റഷ്യയുടെ അണ്ടറിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഉൾപ്പെടരുതെങ്കിൽ അമേരിക്ക അതിനെ കോമ്പാറ്റ് ചെയ്തേ പറ്റൂ. ഹൂ ബെറ്റർ ടു ആസ്ക് ഫോർ ഇന്റലിജൻസ് ദാൻ ഫോർമർ പീപ്പിൾ ഹു വെർ ലിവിങ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്? അതുകൊണ്ട് പല ജൂതന്മാരെയും CIA ഓപ്പറേറ്റീവ്സ് ഇന്റലിജൻസ് ഇന്റർവ്യൂസിന് അടിമകളാക്കിയിട്ട് അവരന്ന് പറയുകയുണ്ടായി, നമുക്ക് നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ ആണ് നമുക്ക് വലുത്. വി ഹാവ് ടു കോമ്പാറ്റ് സോവിയറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. അതിന് നിങ്ങൾ തരുന്ന ഈ ഒരു വാക്കുകളും ന്യൂസുകളുമാണ് നമുക്ക് വലുത്. അങ്ങനെയാണ് CIA തുടക്കം. അങ്ങനെ തുടങ്ങിയ CIA ഗ്രാജുവലി അവർ ഇസ്രയേലിൽ നിന്ന് വരുന്ന പല ജൂയിഷ് സിറ്റിസൻസിൻ്റെയും ഇൻഫ്ലുവൻസും ന്യൂസും അവർ തരുന്ന നെറേറ്റീവ്സും വെച്ചാണ് പിന്നീട് അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് പതുക്കെ 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 ഇറ്റ് കെയിം ടു ബി ടേക്കൺ ഓവർ ബൈ ദ ജൂസ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ താങ്കൾ പറയുകയുണ്ടായി, ഇസ്രയേൽ എന്നുള്ളൊരു കാര്യം. ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഡു യു കൺസിഡർ ദം ടു ബി എ ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ്? ഫ്രീ പാലസ്തീൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ? പറയൂ, ഡു യു കൺസിഡർ ദം ടു ബി എ ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ്? ഞാൻ അതിനെ ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഗ്രേറ്റർ പലസ്തീൻ എന്നുള്ളൊരു എൻറ്റിറ്റിയെ വേൾഡ് വാർ 2 ശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് പ്രകാരം പലരും അധികൃതമായി കുടിയേറി അവിടെ താമസിച്ചിരുന്ന മുസ്ലിം പൗരന്മാരെ കൊന്നും ഡിസ്പ്ലേസ് ചെയ്തുമാണ് അവിടെ ഇന്നത്തെ ഇസ്രയേൽ ഉണ്ടായത്.
ഈ വസ്തുതയോട് താങ്കൾക്ക് എന്നോട് വാദിക്കാൻ പറ്റുമോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ അവർ സമാധാനപരമായിട്ടാണ് ആ ഒരു സ്ഥലം കീഴടക്കിയെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, യു കനോട്ട് ഡു ദാറ്റ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ താങ്കൾ പല പലസ്തീനിയൻസിന്റെയും വേദനയും അവരുടെ സർവൈവൽ ക്രൈസും താങ്കൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. Israel was formed out of violence. It's not necessary violence. It's not predestined violence. It is formed by violence due to their religious beliefs. നമ്മളിപ്പോൾ താങ്കൾ മതപുസ്തകങ്ങളിൽ നിന്ന് പല പാർട്ടുകളും കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവനെ ജഡ്ജ് ചെയ്യരുത്, നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് അടികൂടരുതെന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ ജൂവിഷ് ടോറയോ ടാൽമുഡോ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഹാവ് യു എവർ ടേക്കൺ എ ലുക്ക് അറ്റ് ദി മിഷ്ന? ഇല്ലല്ലോ. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ, അതായത് ജൂതന്മാർ, നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. നമ്മളാണ് സുപ്പീരിയർ, നമ്മളാണ് ഗോഡ്സ് ചോസൺ പീപ്പിൾ, നമ്മൾ മാത്രമാണ് സുപ്പീരിയർ. വേറെ ഏത് മതപുസ്തകത്തിലാണ് നമ്മളുടെ ജീവൻ കഴിഞ്ഞേ ബാക്കിയുള്ളവരുടെ ജീവൻ വരൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് പുസ്തകത്തിലാണ്? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടോ? ഒന്നിലുമില്ല. അതിന് കാരണം ജൂയിഷ് റിലീജിയന്റെ ഒരു കോർ ഐഡിയോളജിയാണ് സുപ്രമസി. അവിടെ ദൈവത്തോടുള്ള വർഷിപ്പ് അത് സെക്കൻഡാണ്. അവിടുത്തെ ആദ്യത്തെ കോർ സുപ്രമസി, നമ്മളാണ് വലുത്, നമ്മളുടെ ജീവനാണ് ഏറ്റവും വലുത്, അതിനുശേഷമേ ബാക്കിയുള്ള ആളുകൾ വരൂ. നമ്മൾ തെറ്റ് ചെയ്താൽ അത് ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ കൊന്നാൽ അത് ദൈവത്തിന് വേണ്ടിയാണ്. നമ്മൾ ഒരാളെ കുടിയിറക്കി വിട്ടാൽ അതും ദൈവത്തിന് വേണ്ടിയാണ്. ഇതാണ് ജൂയിഷ് ഐഡിയോളജി, ഇതാണ് ജൂയിഷ് റിലീജിയസ് ഐഡിയോളജി. ദിസ് ഈസ് ജൂഡൈസം അറ്റ് ഇറ്റ്സ് കോർ. ബാക്കി എല്ലാ വസ്തുതകളും ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ ജൂയിഷ് എന്താ പറയട്ടെ ജൂതന്മാരായിട്ടുള്ള ആൾക്കാരും ഇത് വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന കണക്ക് സയണിസ്റ്റ് ആയിട്ടുള്ള ജൂതന്മാരും നോർമൽ ആയിട്ടുള്ള നമ്മൾ ഇതിൽ അങ്ങനെയില്ല. നമുക്കൊന്നേ ഉള്ളൂ ജൂതന്മാർ. ഇത് വിശ്വസിക്കുന്ന ആണ് 99.9% ജൂതന്മാരും ഇത് വിശ്വസിക്കുന്നവരാണ്. ഈ പറഞ്ഞ കാര്യം ലൈക്ക് അവരുടെ ടോറയിലും ടാൽമഡിലും എഴുതിയിട്ടുള്ള ഈ കാര്യം ബിലീവ് ചെയ്യുന്നവരാണ്. ആൻഡ് അവര് നല്ലവരല്ല. ഈ ഒരു കാര്യം പറയുമ്പോൾ മറിച്ച് താങ്കൾ ഒരു വാക്ക് ചിന്തിക്കണം. താങ്കൾ ഖുറാൻ വായിച്ചിട്ടുള്ള ഒരാളാണ്, ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് താങ്കളുടെ പേഴ്സണൽ പ്രിഫറൻസ് നമുക്കറിയത്തില്ല, നിങ്ങൾ ഏത് റിലീജിയൻ ആണ് എന്നൊന്നും അറിയത്തില്ല. നമുക്കറിയില്ല. പക്ഷേ താങ്കൾ ഖുറാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഖുറാനിലെ കാഫ്രീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണമെന്നും കാഫ്രീങ്ങളെ ഇല്ലാതാക്കണമെന്നും പറയുന്ന വാക്കുകൾ ഉള്ളതും താങ്കൾ വായിച്ച് താങ്കളുടെ മതത്തിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ ആ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് ഹിന്ദുത്വവാദികളും ക്രിസ്ത്യൻ സുപ്രമസിസ്റ്റുകളും മുസ്ലിം റിലീജിയനെ തഴയുമ്പോൾ എന്തുകൊണ്ട് ഈ ഐഡിയോളജീസ് ഉള്ള ജൂയിഷ് റിലീജിയന് വേണ്ടി എല്ലാവരും ആർഗ്യുമെന്റ് റൂം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നത് എനിക്കറിയണം. വൈ ഈസ് ഇറ്റ് ദാറ്റ് when a Muslim is reading Quran, everyone says that it's problematic because it has certain things that says about being superior over other people. But when it comes to Judaism, everyone is like, അയ്യോ അത് പോട്ടെ, നമ്മൾ അവരെ വെറുത്തിട്ട് കാര്യമില്ല, അയ്യോ അത് പോട്ടെ. എന്തുകൊണ്ടാണ് ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് വരുന്നത്? അതിന് കാരണം ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ബിക്കോസ് യു ഡോണ്ട് നോ Jewish religion. You don't know what is Jewish religion. You don't know what is being said in their books. You don't know why they celebrate certain festivals. You don't know all of that. അതുകൊണ്ടാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നീ മിസ്റ്റർ ജോൺസൺ പറഞ്ഞ കണക്ക് അതും ഒരു കാരണമാണ്. പിന്നെ എന്താ പറയട്ടെ, ഇപ്പം ഈ പുള്ളിക്കാരൻ ഇത്ര നാൾ പാലസ്തീനെ പറ്റി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരിക്കാം, എനിക്കറിയത്തില്ല. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ ഒരു മെസ്സിയുടെ വീഡിയോയിലാണ് കണ്ടത്. ഈ ആൾക്കാർ ജ്യൂസിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ, ഇവരുടെ ലൈഫിൽ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവും ഇവർ കൺസ്യൂം ചെയ്യുന്ന ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ലോപ്പായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ജൂയിഷ് സ്ലോപ്പാണ്. ജൂതന്മാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്ലോപ്പാണ്. അതിപ്പോൾ ഫുട്ബോൾ ആവട്ടെ, അല്ലെങ്കിൽ സിനിമ ആവട്ടെ, അല്ലെങ്കിൽ ടെക് ആവട്ടെ, വീഡിയോ ഗെയിംസ് ആവട്ടെ, എന്തും ആവട്ടെ, അതങ്ങോട്ട് ഇവർ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോവും. പിന്നെ ജൂതന്മാർ നല്ലവരാണ്. കാരണം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന, ഇവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന സിനിമ, അല്ലെങ്കിൽ ഇവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന ടെക്ക്, എനിക്ക് അങ്ങനത്തുള്ള ആൾക്കാർക്ക് പോലും വലിയ ഇതിലെ ടെക്
ഭ്രാന്തന്മാർ, മൊബൈൽ ഫോൺ ഭ്രാന്തന്മാർ, ടെക്കോളീസ്, പിന്നെ പാട്ട് കേൾക്കുന്നവർ, ഫെമിനിസം, ഇപ്പോഴത്തെ ലിബറൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ലൈക്കിന് ഒരു പോയിന്റ് ഇവർക്ക് മനസ്സിലായി ഇതെല്ലാം ജൂയിഷ് പ്രൊപ്പഗേൻഡാണെന്ന്. ഇതൊക്കെ ജൂതന്മാർ നമ്മളെ ഊമ്പിക്കാനായിട്ട് ഇറക്കി കുറച്ച് ഗോയ് സ്ലോപ്പുകളാണ്. അത് മനസ്സിലാക്കുന്ന സമയമാകുമ്പോൾ മെജോറിറ്റി ആൾക്കാരും അങ്ങ് ജൂതന്മാരത്ര പിന്നെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്യും. അത്രയ്ക്ക് മോശപ്പെട്ടവരൊന്നും അല്ല കേട്ടോ ജൂതന്മാർ. ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ആ പുള്ളിക്കാരൻ്റെ ഗവൺമെന്റും ആ പാർട്ടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുമാണ് ബാക്കിയുള്ളവരൊക്കെ നല്ലവരാണ് കേട്ടോ, നല്ല ആൾക്കാരാണ്. അവരൊന്നും ഇങ്ങനെയല്ല. ഇതങ്ങ് മനസ്സിലാക്കണം. ഇവർക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റാർബക്സും മെക്ഡൊണാൾഡ്സും ഒക്കെ ജൂയിഷ് ആണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇവരങ്ങ് പതുക്കെ ജൂതന്മാരത്ര പാവങ്ങളാണ്. ഈ പാവങ്ങളായതുകൊണ്ടാണ് അവരെ 110 രാജ്യത്ത് നിന്ന് 105 AD തൊട്ട് ഇവന്മാരെ ഇറക്കി വിട്ടോണ്ടിരിക്കുന്നത്. ആ സമയം തൊട്ട് 1945 വരെ പല പല രാജ്യത്തു നിന്നുമായിട്ട് ഇറക്കി വിട്ടുകൊണ്ടിരുന്നു. അവർ നല്ലവരായതുകൊണ്ടാണ്. ഈ വേറൊരു വസ്തുത എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മൾ ഇപ്പം ഈ പല ആൾക്കാരും, അതായത് ഈ എക്സ് മുസ്ലിംസ്, ഈ ഏത്തീസ്റ്റുകളൊക്കെ പലരും ഒരു ഇത് പറയാം. ഇന്ത്യയെ അവർ ക്രിട്ടിസൈസ് ചെയ്യും. ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാണ്, അവര് സിറിയയെ കുറ്റം പറയാം, അതൊരു മുസ്ലിം ഭരണകൂടമാണ്. ഇറാനെ കുറ്റം പറയാം, മുസ്ലിം ഭരണകൂടമാണ്. ഇസ്രായേലിനെ ഇവരാരും കുറ്റം പറയില്ല. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോട്ടെ, അവിടെ ഇസ്രായേൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവിടെ അതൊരു സെക്യുലർ രാജ്യമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവർക്ക് സെക്കൻഡ് സിറ്റിസൺഷിപ്പാണ്, അതായത് അവർ സെക്കൻഡ് റേറ്റ് സിറ്റിസൺസ് ആണ്. അവിടുത്തെ മന്ത്രിസഭ എടുത്ത് നോക്കിയിട്ട് അവിടെ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ടോ നിങ്ങൾ വന്ന് നമ്മളെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടോ. അതും ഒരു ഇറ്റ്സ് ഓൾസോ എ റിലീജിയസ് ഗവൺമെന്റ്, അത് ജൂയിഷ് റിലീജിയസ് ഗവൺമെന്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെ അവിടെ ഉൾപ്പെടുത്തണം. ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞു, നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് നെപ്പോളിയന് മുമ്പേ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ജൂയിഷ് സുപ്രമസി എന്നുള്ളൊരു കാര്യം. നമ്മൾ വലിയവരും ബാക്കി ചെറിയവരും എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിന് വില കൂടുതലും നമ്മളെല്ലാം വെറും കാറ്റിൽ മാത്രമാണ്. ഇതിന് ജൂയിഷ് ലിംഗ്വിസ്റ്റിക്സിൽ ഒരു വാക്ക് തന്നെയുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഗോയിം. GOYIM. ഇറ്റ് ഈസ് കോൾഡ് കാറ്റിൽ. അത് ഒരു കാര്യം. പിന്നെ ഈ ഇസ്രായേലിന്റെ ഫോർമേഷൻ സമയത്ത് പലസ്തീനിയൻസിന്റെ അടുത്ത് കാണിച്ചിട്ടുള്ള പല ക്രൂരതകളും നമ്മൾ 1948 മുതൽ നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രൂരതകളുടെ ഒരു പേമാരിയാണ്. നമ്മൾ പലരും വിചാരിക്കും ഇപ്പോഴത്തെ ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് ഏറ്റവും വലുത്. നോ. ഇർഗുൺ, ലേഹി, ഹാഗന്ന, ബെയ്ത്താർ, ഇങ്ങനെ പല ജൂയിഷ് തീവ്രവാദ സംഘടനകൾ പല പലസ്തീനിയൻസിനെയും ബോംബുകൾ വെച്ചും വെടിക്കോപ്പുകൾ വെച്ചും അവർ കൊന്നിട്ടുണ്ട്. കുട്ടികളെയും കൊന്നിട്ടുണ്ട്, സ്ത്രീകളെയും അവർ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഈ 4 ഓർഗനൈസേഷനും ഏതെങ്കിലും ടെററിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, നമ്മൾ ഗൾഫ് വാർ, അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ, സദ്ദാമിന്റെ ക്യാപ്ചർ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തെല്ലാം പല തീവ്രവാദ സംഘടനകളും ഇതിനെതിരെ പൊന്തി വന്നിട്ടുണ്ട്. അൽ ഖ്വയ്ദ, ഐസിസ്, പല തീവ്രവാദ സംഘടന പൊങ്ങുന്നിട്ടുണ്ട്. ഈ തീവ്രവാദ സംഘടനകൾക്കെല്ലാം ഇസ്രയേലിന്റെ മൊസാദുമായിട്ട് കണക്ഷൻ ഉണ്ട്. ബിക്കോസ് അമേരിക്കയും മൊസാദും ചേർന്നാണ് ഈ തീവ്രവാദ സംഘടനകളെ ആം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. അല്ല, ഒരു ഗൂഗിൾ സെർച്ചിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ്, CIA തന്നെ സ്റ്റാമ്പുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തന്നെ കണ്ടു വായിക്കാൻ പറ്റും. സോ ഈ ജൂയിഷ് റിലീജിയൻ, അതായത് ഈ സമാധാനം പരക്കട്ടെ, നമ്മൾ അവരെ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ആരും അവർ ജൂതന്മാരാണ് എന്നുള്ളൊരു കാരണത്തിൽ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. വി ആർ ഡിസ്റെസ്പെക്ടിങ് ദം ഔട്ട് ഓഫ് ദ തിങ്സ് ദാറ്റ് ദേ ഡിഡ്. എല്ലാ ജൂയിഷ് പൗരന്മാരും നമ്മൾ ഒരേപോലെ കാണുമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ മോസ്റ്റ് ജൂയിഷ് സിറ്റിസൺസ് ബിലീവ് ദ തിങ്സ് ദാറ്റ് ഐ ജസ്റ്റ് സെഡ് about how they are superior and how they are meant to rule over everyone else. അത് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, താങ്കൾ ഒരു കാര്യം പറഞ്ഞു, അമേരിക്കയിലെ ലീഡിങ് പല ജൂയിഷ് പ്രസ്ഥാനങ്ങളും പലസ്തീനിയൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. പച്ചക്കള്ളം. അമേരിക്കയിലെ ജൂയിഷ് ആൾക്കാരുടെ ഏറ്റവും ലീഡിങ് ഓർഗനൈസേഷനാണ് എയ്പാക് എന്താണ് ചെയ്തതെന്ന് താങ്കൾക്ക് അറിയാമോ? ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധ ഉടമ്പടി എത്തിയപ്പോൾ, അതായത് സമാധാന കരാർ എത്തിയപ്പോൾ എയ്പാക് അന്നൊരു സർക്കുലർ ഇറക്കി. 300 ബില്യൺ ഇപ്പോൾ ഇറാനിലേക്ക് പോകും, നമുക്ക് 300 ബില്യൺ തരൂ, നമുക്ക് ഇറാനെതിരെ മിസൈൽസ് വാങ്ങിക്കണം. ശരിയാണ്, ഇതൊക്കെ സമാധാനത്തിനാണല്ലോ. മിസൈൽ എന്ന് പറഞ്ഞാൽ മേളിൽ പോയി പൊട്ടുമ്പോൾ പൂവാണല്ലോ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത്, പൂമഴയാണല്ലോ മിസൈലിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടല്ലേ അതുകൊണ്ട് ഡോണ്ട് കം ഹിയർ വിത്ത് ഫോൾസ് നെറേറ്റീവ്സ്.
don't come here without learning what is going on in the world. കാരണം if you have any doubt about what is going on in the world, ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അനുഭവിക്കുന്ന പല പ്രൊഡക്ട്സും, ഫാർമസ്യൂട്ടിക്കൽ ആവട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ, ബാങ്കിങ് ആവട്ടെ, എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നത് എല്ലാം ഓൺ ചെയ്യുന്നത് ചുരുക്കം ചില ഫാമിലീസ് മാത്രമാണ്. ഈ ഫാമിലീസിന്റെ എല്ലാം ആൻസസ്റ്റർ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ they are all Jewish. The Rothschild, they are Jewish. And they own they own the world. നമ്മൾ ഇന്ന് പല കമ്പനീസ് നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ഇതിനെല്ലാം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേംസ് ഇത് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാപിറ്റലിസ്റ്റ് ഫേംസിന്റെ CEOs ആരാണെന്ന് എടുത്ത് നോക്കൂ, ഫൗണ്ടേഴ്സ് ആരാണെന്ന് എടുത്ത് നോക്കൂ. യു ക്യാൻ സീ ദാറ്റ് ദേ ആർ ഓൾ ജൂവിഷ്. നമ്മളുടെ ഹോളിവുഡ് ഇൻഡസ്ട്രി ജൂവിഷ്. ഫോർ എക്സാമ്പിൾ ഹാർവി വൈൻസ്റ്റൈൻ്റെ സെക്സ് ക്രൈംസ് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും അയ്യോ ഹോളിവുഡ് ഇങ്ങനെയാണല്ലേ എന്ന് നമ്മളിവിടെ പറഞ്ഞു നിന്നു. അതിനുശേഷം വരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. അപ്പോഴും എല്ലാവരും അയ്യോ എപ്സ്റ്റീൻ ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇഫ് യു ഗോ ആൻഡ് റീഡ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ചൈൽഡ് സാക്രിഫൈസ് യൂസ് ടു ബി ദെയർ തിങ്. അവരത് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. ദേ യൂസ് ടു ഡു ദാറ്റ്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ലിസ്റ്റിൽപ്പെട്ട എത്ര ആളുകൾ ജൂയിഷ് ആയിട്ടുണ്ട്? 99% ജൂയിഷാണ്. ദേ ആർ ജൂയിഷ് ഇൻ ദാറ്റ്. പക്ഷെ ആരും ജൂതന്മാരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ ഒരാൾ മുസ്ലിം ആയിരുന്നെങ്കിൽ എല്ലാവരും മുസ്ലിങ്ങളെ ടാറടിക്കാൻ അവരത് യൂസ് ചെയ്യുമായിരുന്നു. ഒരാൾ ഹിന്ദു ആയിരുന്നെങ്കിൽ എല്ലാവരും പറയും എല്ലാ ഹിന്ദുക്കളും ഇങ്ങനെയാണ്. പക്ഷെ വൈ ഈസ് ഇറ്റ് ദാറ്റ് ആ ലിസ്റ്റിൽ 99% ജൂതന്മാരായപ്പോഴത്തേക്ക് നോബഡി ഈസ് ലൈക്ക് എല്ലാ ജൂതന്മാരും ഇങ്ങനെയാണ്. നോബഡി ഈസ് സെയിങ് ദാറ്റ്. നോബഡി വിൽ സേ ദാറ്റ്. വൈ ഈസ് ദാറ്റ്? പിന്നെ ജെഫ്രി എപ്സ്റ്റീൻ വാസ് ആൻ ഇന്റലിജൻസ് ഏജന്റ്. ബിക്കോസ് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വാസ് യഹൂദ് ബറാക്ക്, ഫോർമർ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ. അയാളുടെ ഗേൾ ഫ്രണ്ട് ഗിലെൻ മാക്സ്വെൽ, പുള്ളിക്കാരിയുടെ അച്ഛൻ റോബർട്ട് മാക്സ്വെൽ. താങ്കൾ പറയുന്നുണ്ടല്ലോ നമ്മൾ ചരിത്രം പഠിച്ചിട്ട് വിമർശിക്കുമെന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാവുന്ന ചരിത്രവും നമ്മളുടെ വേൾഡും എല്ലാം ഷേപ്പ് ചെയ്തത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണല്ലോ, സ്കൂളാണല്ലോ. ഈ ടെക്സ്റ്റ് ബുക്ക് കമ്പനി ആരുടെയാണെന്ന് താങ്കൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ബുക്സ് വെർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റോബർട്ട് മാക്സ്വെൽസ് ടെക്സ്റ്റ് ബുക്ക് പ്രിന്റിംഗ് ഇൻഡസ്ട്രി. So think about that for a second. നമ്മൾ ഇവിടെ ഇവര് ചെറുതാണ്, ഇവരാണ് വലുത്, ഇവര് വലുതാണ്, ഇവരാണ് ചെറുത്, അല്ലെങ്കിൽ ഈ ജൂതന്മാര് ശരിയല്ല, ഗദ്ദാഫിയും ഗമൽ അബ്ദുൽ നാസറുമാണ് വലുത്, നമ്മൾ ഇതൊന്നും പറയുന്നില്ല. വാട്ട് വി ഹാവ് ഡൺ ടിൽ നൗ ഇസ് പോയിന്റ് ഔട്ട് സർട്ടൺ ഫാക്ട്സ് ആൻഡ് നമ്മൾ താങ്കളോട് പറയുവാണ്. ഇത്ര എല്ലാ വസ്തുതകളും താങ്കളുടെ മുമ്പിൽ നിരന്നിരിപ്പുണ്ട്. ഇനിയും താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും സമാധാനം പരക്കട്ടെ എന്ന്? കാരണം താങ്കൾ സമാധാനം പരക്കട്ടെ എന്ന് പറയുമ്പോൾ മറ്റേ സൈഡിൽ അവർ പറയുന്നത് അവൻ സമാധാനം പരത്തട്ടെ, എല്ലാവരും അവരുടെ ഡിഫൻസസ് ലോവർ ആവട്ടെ, നമുക്ക് ഈസി ആയിട്ട് അവന്മാരെ പണിയെടുക്കാം. താങ്കൾ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ബ്ലാക്ക് റോക്ക് എന്നുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേം പല ഹെൽത്ത് കെയറിനെയും അക്വയർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ NSEയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു മിക്ക പങ്ക് കച്ചവടക്കാരനായിട്ട് നമ്മൾ റോത്സ്ചൈൽഡ് ഫാമിലിയെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചു കഴിഞ്ഞു. ഇത് കാരണം പല ഹോസ്പിറ്റലുകളിലും ഇന്ന് ചികിത്സ അഫോർഡബിൾ അല്ല. നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇനി ഫർദർ മാനിപ്പുലേഷന് ഇരയാകും. ഇതെല്ലാം നടക്കുമ്പോഴും യു ആർ വറീഡ് അബൌട്ട് സ്പ്രെഡിങ് പീസ്. മൈ ബ്രദർ, it's time to boot up your laces and be wary of the future that is going to come. Because താങ്കൾ എത്ര സമാധാനം പരക്കട്ടെ എന്ന് പറഞ്ഞാലും I will tell you this one thing. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് is going to be very difficult. It's going to be extremely difficult for people like you. Because you would rather believe that a person with blood on his hand, a person with a gun on his hand won't shoot you. But I am here to tell you that they will shoot at you. And what are you going to do about it? ഇതേ കണക്ക് ഒരുപാട് പേര് ഇനിയും വരാം. കാരണം ഈ പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ ജൂതന്മാരെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് വരാൻ കാരണം അർജന്റീന ഈജിപ്റ്റ് മാച്ചിന് ശേഷം മെസ്സി എല്ലാവരും ഒരു ജൂതനാണെന്ന് മെസ്സി ഒരുപാട് ഇട്ട് ഇങ്ങനെ എന്താ പറയട്ട് ജൂതന്മാരുമായിട്ട് ബന്ധിപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ ഒരു മെസ്സി ഫാനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരന് വിഷമമായി, പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. അപ്പോഴത്തേക്ക് മെസ്സിയെ വൈറ്റ് വാഷ് ചെയ്തു. അത് ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് എ ഫുട്ബോളർ, ഫക്കിങ് കെയർ. ലൈക്ക് നമ്മളിവിടെ നിന്നിട്ട് ലൈക്ക് മെസ്സി, റൊണാൾഡോ ഇവരെ ഒന്നും പിടിച്ച് തലയിൽ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ലൈക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പോലും അവർക്കറിയത്തില്ല. ഓക്കെ, കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ദേ ഡോണ്ട് ഫക്കിങ് കെയർ. നമ്മൾ അവരെ കാണേണ്ട ഒരു ഫുട്ബോളർ, അത്രേ ഉള്ളൂ.
അങ്ങനെയായിട്ട് കാണാം, അല്ല അവർ ദൈവങ്ങളോ ആരുമല്ല. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയാനായിട്ട് അത് വന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ വന്നിട്ട് ലൈക്ക് ആ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണാം. നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്നത് നമ്മൾ നിങ്ങളെ താറ്റി പറയോ അല്ലാതെ എന്താ പറയട്ടെ നിങ്ങൾ അങ്ങനെയൊന്നും അല്ലെന്ന്, നിങ്ങൾ അങ്ങനെയല്ല എന്താ പറയട്ടെ മോശപ്പെടുത്തിയല്ല നമ്മൾ പറയുന്നത്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങളോട് ഇറ്റ്സ് ഇന്റർനെറ്റ്, ഓക്കെ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളൊരു കാര്യം പറഞ്ഞു, അത് നമ്മൾ കണ്ടു, അതിനൊരു റെസ്പോൺസായിട്ട് നമ്മളൊരു മറുപടി പറയുന്നു, അത്രയേ ഉള്ളൂ. പ്രോയ്ക്ക് മെസ്സിയെ പറഞ്ഞപ്പോൾ കൊണ്ടു, പിന്നെ ജൂതന്മാരെ വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങി. ഇതേ കണക്ക് ഇനിയും വരും. ഏതെങ്കിലും ടെക്ക് ജൂയിഷുമായിട്ട് ലിങ്ക് ചെയ്ത ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ടെക്കോളികൾ അപ്പോഴേ ജൂതന്മാരെ വൈറ്റ് വാഷ് ചെയ്ത് വന്നോളൂ. സിനി ഫൈൽസ്, ഈ ഹോളിവുഡിലും ഇവിടെ നടക്കുന്ന സംഭവങ്ങളും ജൂതന്മാരുമായിട്ട് എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടായി അതിന് ആൾക്കാരിങ്ങനെ മാസമായിട്ട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അപ്പോഴും സിനി ഫൈൽസ് വരും ജൂതന്മാരെ വൈറ്റ് വാഷ് ചെയ്യാൻ. ഫെമിനിസ്റ്റുകൾ അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്, ജൂതന്മാരെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. ലിബറൽസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പല സമയത്തായിട്ട് ജൂതന്മാരായ ആൾക്കാരെ വൈറ്റ് വാഷ് ചെയ്ത് വരുന്നത് നമ്മൾ ഇനിയും കാണും. ഈ നമ്മളുടെ സൊസൈറ്റി ഇന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇറ്റ് ഈസ് ബൈ എ ജൂയിഷ് ഡിസൈൻ. കാരണം ജൂയിഷ് ഡിസൈനിൽ നമ്മൾ ഒരു വിധത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവരവരുടെ ആ ഒരു നാഷണലിസ്റ്റിക് ഐഡിയൽസ്, അവരവരുടെ ആ ഒരു സുപ്പീരിയോറിറ്റി കോൺസെപ്റ്റ് അവർ ഓൾറെഡി ഫുൾഫിൽ ചെയ്തു. കാരണം ഇന്ന് പല ഇൻഡസ്ട്രീസ് റൂൾ ചെയ്യുന്നത് അവരാണ്, അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവരല്ലാത്ത ആൾക്കാരാണ്. അവർ ഓൾറെഡി അത് ചെയ്തു. നമ്മളുടെ ഇന്നത്തെ സമൂഹം ഈ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും പല ടെക് ഉപകരണങ്ങളുടെയും മാസ് കൺസ്യൂമറിസവും കാരണം പല ആൾക്കാർക്കും ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റാതെയായി. പല ആൾക്കാർക്കും ഇൻഫർമേഷൻ എവിടെ നിന്ന് തേടിയെടുക്കണം, എന്ത് ഇൻഫർമേഷൻ വിശ്വസിക്കണം എന്നുള്ളൊരു കഴിവ് ഇപ്പോൾ ആർക്കും ഇല്ല. നോബഡി നോസ് വാട്ട് ടു ഡു. സോ they set out what they wanted to do. പല ഇൻഡസ്ട്രീസിനെ തലപ്പ് തിരിക്കുന്നത് ഇവരാണ്. സോ ഡു യു തിങ്ക് ദാറ്റ് ഈ നമ്മൾ ഇന്ന്, അതായത് ഫോർ എക്സാമ്പിൾ പോണോഗ്രഫി നമുക്ക് തന്നെ എടുക്കാം. എല്ലാവരും പോണോഗ്രഫി എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഈ പീഡന കേസുകൾ എന്തെങ്കിലും വരുമ്പോൾ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ ചെന്ന് എത്തുന്നത് പോണോഗ്രഫി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. പോൺ ശരിയല്ല, പോൺ നല്ലതല്ല, പോൺ കൺസ്യൂം ചെയ്യരുതെന്ന് എല്ലാവരും രായ്ക്ക് രാമാനം വിലയിട്ടാലും ഞാൻ പറയുന്നത് ഈ പോൺ പ്രൊഡക്ഷൻ കമ്പനീസിന്റെ തലപ്പ് തിരിക്കുന്ന ആരാണോ നിങ്ങൾ പോയി നോക്കൂ. എന്തുകൊണ്ടാണോ അവരിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പോയി നോക്കൂ. നോബഡി ഡസ് ദാറ്റ്. എവരിവൺ ഈസ് ലൈക്ക് അത് കുഴപ്പമില്ല, അത് കാണുന്നവൻ്റെ പ്രശ്നമാണ്. ശരിയാണ്, കാണുന്നവനും പ്രശ്നമുണ്ട്, അത് ഇറക്കുന്നവനും പ്രശ്നമുണ്ട്. ഇറക്കുന്നവന് പ്രശ്നമില്ല, കാണുന്നവനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എയും ബിയും തമ്മിൽ കൂട്ടിമുട്ടിക്കാത്തൊരു ഒരു ഇതാണല്ലോ, ആർഗ്യുമെന്റ് ആണല്ലോ അത്. ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. നമ്മൾ വെപ്പൺസ് ഇൻഡസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്ന ആരാണെന്ന് പോയി നോക്കണം. ഈ വെപ്പൺസ് തന്നെ മിഡിൽ ഈസ്റ്റിൽ അവർ പലസ്തീനിൽ ബോംബിടാനും മിസൈൽ ഇടാനും അവർ യൂസ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നോക്കണം, എത്രയോ ഇല്ലീഗൽ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നു, എത്രയോ നദികൾ അവർ മെഡിക്കൽ വേസ്റ്റ് വെച്ച് അവർ പോയിസൺ ചെയ്യുന്നു. ഇതിനെല്ലാം തലപ്പത്തിരിക്കുന്ന ആരാണ്? ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അറിയാതെ അല്ലല്ലോ താഴത്തിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇൻ എ വേ നമ്മൾ ഇന്നത്തെ ലോകം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പിറകില് ജൂയിഷ് സുപ്രമസി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് എന്നും അങ്ങനെ തന്നെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെയാണ്. ജൂയിഷ് സുപ്രമസിയുടെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബാക്കിയുള്ള ജനങ്ങളെ സ്ലോപ്പ് ഫീഡ് ചെയ്യുക. അതായത് അവർക്ക് മനസ്സിനും അവരുടെ താൽക്കാലിക പ്ലഷറിനും വേണ്ടി നമ്മൾ കണ്ടന്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവരതും ഭക്ഷിച്ച് അവിടെ കിടന്നോളും. വി ക്യാൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനിടയിൽ താങ്കളെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ജൂതന്മാരെ മതപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ വെറുക്കരുത്, ഉസ്താക്കന്മാർ പറയുന്ന പോലെ നമ്മൾ വെറുക്കരുത്. ശരിയാണ്, നമ്മൾ ഉസ്താക്കന്മാർ പറയുന്നത് നമ്മൾ കെയർ ചെയ്യുന്നില്ല, വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫാക്ട്സ് ആണ്. ദീസ് ആർ ഫാക്ട്സ്. ഇതിനെല്ലാം പേപ്പർ ട്രയൽസ് ഉണ്ട്, ഇതിനെല്ലാം എവിഡൻസസും ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും താങ്കൾക്ക് അറിയണമെങ്കിൽ അവരുടെ മതപുസ്തകം പോയി പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, ഇസ്രയേലിന്റെ ഫോർമേഷൻ, ഈ ഗൾഫ് വാർ, ദ 6 Day വാർ, ഇതെല്ലാം പറ്റി അറിയണമെങ്കിൽ ദർ ആർ ഡോക്യുമെന്റ്സ് ദെയർ, യു ക്യാൻ ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ്. നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യവും നമ്മളുടെ ജഡ്ജ്മെന്റ് കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല. ഈ കാര്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയത്. ഐ സജസ്റ്റ് യു ഡു ദ സെയിം ആസ് വെൽ. താങ്കൾ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ എവിഡൻസ് കൊണ്ടുവരരുത്. എവിഡൻസ് വെച്ച് ജഡ്ജ്മെന്റ് ഉണ്ടാക്കുക. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. അതാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ പറയട്ടെ. പറഞ്ഞോ.
എപ്സ്റ്റീൻ ഫയൽസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും മറ്റേ ഓ ഷെറ്റ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അല്ല ആൾക്കാർ, നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അല്ല ആൾക്കാർ, എല്ലാ നടന്മാരും എല്ലാ ഹോളിവുഡ് നടന്മാരും ചെറ്റകളാണ്, എല്ലാ ടെക് ഇൻഡസ്ട്രീസിന്റെ മേളിലിരിക്കുന്ന ആൾക്കാരും ചെറ്റകളാണ്, അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ചെറ്റകളാണ്, സ്റ്റീഫൻ ഹോക്കിംഗ് ഫോർ എക്സാമ്പിൾ, എല്ലാവരും ചെറ്റകളാണ്, ഇവരെല്ലാം ഇങ്ങനത്തെ സ്വഭാവ വൈകല്യം ഉള്ള ആൾക്കാരായിരുന്നു ദൈവമേ എന്ന് വിചാരിച്ച് നമ്മൾ പലരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. 1 month later, who cares about it? Nobody cares about it. എല്ലാവർക്കും അതൊരു മീമാണ്. ഇപ്പം എപ്സ്റ്റീൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഹീ 100 അണ്ടർ-ഏജ് ഗേൾസ്, പല അണ്ടർ-ഏജ് ഗേൾസിനെയും അയാൾ അപഹരിച്ചിട്ടുണ്ട്, അയാൾ കൊന്നിട്ടുണ്ട്, അവരെ എല്ലാം മെമ്മറീസ് അയാൾ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഹി ഹാഡ് ഫ്രീ പാസസ്, അതായത് അയാളുടെ ഐലൻഡ് വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൽ വേൾഡിൽ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. ടെക് ഇൻഡസ്ട്രിയിൽ ബിൽ ഗേറ്റ്സ്, ഈലോൺ മസ്ക് മുതൽ എല്ലാവരും അയാളുടെ ഐലൻഡിൽ ഇതുണ്ടായിരുന്നു. എന്നിട്ടും വി കൺസ്യൂം ദ ഷിറ്റ് ദാറ്റ് ദേ പുട്ട് ഔട്ട്, വി കൺസ്യൂം ദ പ്രൊഡക്ട്സ് ദാറ്റ് ദേ പുട്ട് ഔട്ട്. ഈ പീഡോഫൈൽസ് ആയിട്ടുള്ള ആൾക്കാര് നമുക്കറിയാം അവർ പീഡോഫൈൽസ് ആണെന്നും അവരെത്ര നശിച്ചവരാണെന്നും നമുക്കറിയാം. എന്നിട്ടും അവർ പറയുന്ന നെറേറ്റീവെ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ദേ വാണ്ട് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ദേ ഗോട്ട്. ഇന്ന് എല്ലാം ഒരു മീം കൾച്ചറാണ്, എല്ലാം ഒരു മീം ഇടുക. ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നു, ഓക്കെ 4 മീം. എപ്സ്റ്റീന്റെ ഫയൽ ലീക്ക് ആവുന്നു, 4 മീം. The revolutionary will of the underclass have been tainted when they were taught that expression precedes action. അതായത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തോ, ഇഫ് യു ആർ ഇൻ പെയിൻ എക്സ്പ്രസ് അബൌട്ട് ഇറ്റ്. അയ്യോ ഞാൻ വേദനയിലാണ്, ഐ ആം സോ മാഡ് അറ്റ് ദി കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം സോ മാഡ് അറ്റ് ഹൗ ഐ ആം ലിവിങ്, ഐ ആം സോ മാഡ് അബൌട്ട് മൈ ലൈഫ് ബീയിങ് സ്പോയിൽഡ് ബൈ people who are other than me or other than my friends and my relatives. I am so fucking mad that my future is being taken away. What are you going to do about it? I'm going to make a meme. ഞാൻ ഒരു മീം ഉണ്ടാക്കും, ഇങ്ങനെ ഡാൻസ് കളിച്ചൊരു മീം ഉണ്ടാക്കും. എക്സ്പ്രഷൻ, നോ ആക്ഷൻ. സോ ഇതെല്ലാം കണ്ടിട്ട് മിസ്റ്റർ സൽമാൻ, ഞാൻ താങ്കളോടൊരു കാര്യം പറയാം. നമ്മളിവിടെ ഈ മതം പറയുന്നത് പോലെ നമ്മൾ അവരോട് ചൂടാവണം, അവരോട് വെറുക്കണം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. വാട്ട് വി ഡിഡ് വാസ് വി ടുക്ക് എ ലുക്ക് അറ്റ് ദി എവിഡൻസ് ആൻഡ് നമ്മളിങ്ങനെ വിചാരിച്ചു, ഓക്കെ നമ്മളുടെ ഫ്യൂച്ചർ, എൻ്റെ ഭാവി, ഇവിടെ ഇരിക്കുന്ന സ്കിപ്ട്രേസിന്റെ ഭാവി, നമ്മളുടെ മക്കളുടെ ഭാവി, താങ്കളുടെ ഭാവി, താങ്കളുടെ കുടുംബത്തിന്റെ ഭാവി, താങ്കളുടെ മക്കളുടെ ഭാവി എല്ലാം തീരുമാനിക്കപ്പെടുന്നത് is by them and what they are doing is not right. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. അതെല്ലാരും മനസ്സിലാക്കുക. ഓക്കെ, അതെല്ലാരും ഈ ജൂതന്മാരെല്ലാരും അങ്ങനെയല്ല, സയനിസ്റ്റ് ആയിട്ടുള്ള ജൂതന്മാരാണ് പാലസ്തീനിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജീവിക്കണോ മരിക്കണോ, നിങ്ങൾ ആഹാരം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. നിങ്ങൾക്ക് എന്ത് മൈൻഡ് സെറ്റ് വേണം, നിങ്ങൾക്ക് എന്ത് ഫിലോസഫീസ് നിങ്ങൾ ഇഷ്ടപ്പെടണം, നിങ്ങൾ എന്ത് ഔട്ട്ലുക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്, അതെല്ലാം പറഞ്ഞു തരുന്നതും അവരാണ്. ഇൻ എ വേ യുവർ വേൾഡ് വ്യൂ ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ബൈ ദം. നമ്മൾ ഇത്രയും പറഞ്ഞു. യു ഗൈസ് ചൂസ് വാട്ട് ടു ഡു വിത്ത് ദിസ് ഇൻഫർമേഷൻ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ഡോണ്ട് കെയർ. ആൻഡ് വേറൊരു കാര്യം കൂടെ പറയാണ്, ഇവര് ഇറക്കുന്ന ഗോയ് സ്ലോപ്പ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളും. ഓക്കെ, ഞാനൊരു ഗെയിമറാണ്, ഈ പുള്ളിക്കാരനും ഗെയിമറാണ്, എന്താ പറയട്ടെ, അല്ലാതെ ഫുട്ബോൾ കാണും. നമ്മൾ ഇവർ ഇറക്കുന്ന ഗോയ് സ്ലോപ്പ് എല്ലാം കാണുന്നതാണ്. ആൻഡ് നമ്മൾ ഇവർക്കെതിരെ പറയുകയും ചെയ്യും. ആൻഡ് അതിങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ലൈക്ക് അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് വി ഡോണ്ട് ഫക്കിംഗ് കെയർ. ഓക്കെ, നമ്മൾ അവർ നമ്മളെ ഈ ഓൺലൈനിൽ നിന്ന് മൊത്തത്തിൽ ബാൻ ചെയ്താലോ അല്ലെങ്കിൽ നമ്മളെ കൊന്നു കളഞ്ഞാലോ വി ഡോണ്ട് ഫക്കിംഗ് കെയർ. കാരണം നമ്മൾ, ഇഫ് നോട്ട് us then who? നമുക്കെതിരെ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ നമ്മൾ മുന്നിട്ട് നിന്നില്ലെങ്കിൽ വേറെ ആരാണ് മുന്നിട്ട് നിൽക്കാൻ പോകുന്നത്? മുന്നിട്ട് നിൽക്കേണ്ടതാണ്. ആൻഡ് നമ്മൾ വീഡിയോയുടെ നിർത്തുകയാണ്, സമയമായി. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്, ഫ്രീ പാലസ്തീൻ. Okay, free Palestine. Bye.